അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. കയ്യിലുണ്ടായ റെന്റിനെടുത്ത ബൈക്ക് അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് ഊബർ പിടിച്ച് പോകാനുള്ള പരിപാടിയാണ്. വണ്ടിയെല്ലാം കൊടുക്കുന്നത് വരെ തിരുവനന്തപുരം സെൻട്രലിലാണ് ട്രെയിനിനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ എടുക്കുന്നത് അങ്ങ് നോർത്തുനിന്നാണ്. അനുവിനെല്ലാം ഡ്രസ്സും തപ്പി കുറേ സമയം നടന്നുകൊണ്ട് നല്ല വിശപ്പുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് ഇവിടെ ഹോട്ടലുകളിലും കുറവാണ്. ഊബർ ബുക്ക് ചെയ്ത് കിട്ടിയ ഓട്ടോ ആണ്, ചെറിയ റേറ്റ് ആയിട്ടും. അങ്ങനെ ഓട്ടോ ചേട്ടൻ ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങോട്ടില്ല പോക്കാം, റെയിൽവേ സ്റ്റേഷൻ മുറിച്ച് കിടക്കണേന്. അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും ഈ ഹോട്ടലെങ്കിലും കിട്ടിയത് മരണഭാഗ്യം തന്നെ. നല്ല ഫുഡ്, ഐറ്റംസ് എല്ലാം കുറവാണ്, പൂട്ടാനായെന്ന് തോന്നുന്നു. ഫുഡെല്ലാം കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ട്രെയിൻ വന്നു. നമ്മൾ എല്ലാം കറക്റ്റ് ടൈമാണ്. ട്രെയിൻ വന്നേരം നമ്മൾ വേറൊരു കാര്യം അറിയുന്നത്, നമ്മളെ ബോഗി ഇടുന്നല്ല, അങ്ങ് ബാക്കിലാണ്. നടന്നു വെച്ച് നടന്നു. അങ്ങനെ നമ്മളെ ബോഗി സീറ്റും കിട്ടി. സത്യം പറഞ്ഞാൽ ഒരാൾക്കയുടെ സീറ്റില്ലു, അനുവിന് മാത്രം. എൻ്റെ സീറ്റ് കുറച്ച് അപ്പുറമാണ്, ബാക്കി എല്ലാ സീറ്റും ഫുള്ളാണ്. നമ്മളെ സീറ്റ് മാത്രം കാര്യം. അനു നല്ലൊരു ഉറക്കം പാസ്സാക്കി. എനിക്ക് എന്നെ കിടന്ന ഉറക്കമൊന്നും വരില്ല, അതുകൊണ്ട് ഞാൻ തേരാപ്പാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. രാത്രി 1 മണി ആ ടൈമിനാണ് അമ്മയുടെ എത്തുന്നത്. ഇവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, നോക്കണേന് തപ്പി കണ്ടുപിടിക്കണം. ഓൺലൈനിൽ നോക്കിയാലെല്ലാം നല്ല കത്തി റേറ്റ്. പിന്നെ നമ്മൾ വർക്കിനെല്ലാം വരുമ്പോൾ എടുക്കുന്ന റൂമുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കും.